Welcome back to Sudhi's Cook House. തേങ്ങ അരയ്ക്കാതെ എങ്ങനെ മോര് കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ തേങ്ങ അരച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തേങ്ങ അരയ്ക്കാതെ നമുക്ക് മോര് കറി വെക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മോരൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ മൺചട്ടി എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നമുക്കതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉലുവയാണ്, പച്ച ഉലുവയാണ് നമ്മൾ 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും ചേർത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി 2-3 ചുമന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചുമന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒന്നിളക്കി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്, 2 വറ്റൽമുളക് നടുകെ കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മോരിന്, തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന മോരിന് ഓട്ടുമോരെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കറിവേപ്പില നമ്മൾ 2 തണ്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ ആകുമ്പോൾ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും 2-3 അല്ലി വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് നടുകെ കീറി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വളരെ ധാരാളമാണ്. ഇനി 2 നുള്ള് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1.5 കപ്പ് ഉപ്പ് ചേർത്തിട്ട് അടിച്ചിട്ടുള്ള പച്ചമോരാണ് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് തന്നെ അടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കറിയിൽ ഉപ്പ് ചേർക്കാത്തത്. 1 കപ്പ് മോര് ചേർത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് മോരിന് കിട്ടത്തില്ല. കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം ബാക്കി 1/2 കപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എന്നുള്ളവർ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം മൺചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഓഫ് ചെയ്തതിന് ശേഷവും ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ചട്ടിക്ക് ഒരു ചൂട് ഉണ്ടാകും. ആ ചൂട് കാരണം ഇത് പിരിഞ്ഞു പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ആവി വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ വെച്ചിട്ടുള്ള മോര് നമുക്ക് 2-3 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാനും വളരെ നല്ലതാണ്, കേടാവത്തില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.